എന്താണ് അടിയോടടി. കാണാൻ പോകുന്ന പൂരം കണ്ടറിഞ്ഞാ മതിയല്ലോ. ഇന്ന് അവന്റെ കട്ട പുക. റഹീം പറഞ്ഞ ഒരു ചോദ്യത്തിനും ഉത്തരം പറയാതെ പോയിട്ടില്ലല്ലോ. ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് റഹീം കുറെ പരമ്പര പോലെ എന്നെ ആക്ഷേപിച്ചില്ലേ? എനിക്കൊരു ചുരുങ്ങിയ സെക്കൻഡ് ഉണ്ടെങ്കിൽ എനിക്ക് അതിന് മറുപടി പറയണ്ടല്ലോ. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് ആ മറുപടി പറയാനുള്ള ബാധ്യത എനിക്കില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കാര്യത്തിന് ഞാൻ മറുപടി പറയാതെ പോവില്ല. ഞാൻ പറഞ്ഞതെല്ലാം മഹീന്ദ്രന് മനസ്സിലായല്ലോ അല്ലേ? ഇനി ചെറിയൊരു സംശയം, ആകാശ് തില്ലങ്കേരിക്ക് ആരാ ഇപ്പോഴും സംരക്ഷണം കൊടുക്കുന്നത്? നിന്റെ പണി ഇതാണോടാ? കുഞ്ഞനന്ദൻ മഹാനായ വ്യക്തിത്വമാണെന്ന് ഇപ്പോഴും ആരാ പറഞ്ഞത്? കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും ഇത്രയും അധികം ഓൺ ചെയ്തത് ആരാ? കൊടിസുനിക്ക് ജയിലിൽ ഫോൺ ഉപയോഗിക്കാനുള്ള പെർമിഷൻ കൊടുത്തത് ആരാ? ഉത്തരം കൂടെ. കൊടിസുനിക്ക് ഇഷ്ടം പോലെ പരോൾ അനുവദിച്ചത് ആരാ? പരോളിലിറങ്ങിയ മുഹമ്മദ് ഷാഫിക്ക് കല്യാണം കഴിക്കാൻ അവസരം ഒരുക്കി കൊടുക്കുമ്പോൾ ആ കല്യാണത്തിൽ MLA പങ്കെടുത്തിട്ട് അതിനെ വിജയിപ്പിക്കാൻ 2000 ആളുകളുടെ കൂട്ടത്തിൽ അവിടെ ഷംസീറിനെ പോലെ ഒരു MLA പങ്കെടുപ്പിച്ചിട്ട് അവർക്ക് പിന്തുണ കൊടുത്തത് ആരാ? ആ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കുള്ള അമ്മജി. ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, കിർമാണി മനോജനും പുറത്തിറങ്ങിയിട്ട് കല്യാണം കഴിക്കുമ്പോൾ അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കാൻ പിന്തുണ കൊടുത്തത് ആരാ? ഓപ്പൺ കാറിൽ വരണയും വെച്ച് കൊലപാതക കേസിലെ പ്രതി, ഓപ്പൺ കാറിലെ കൊലപാതക കേസിലെ പ്രതിയെ, ആ പ്രതിയെ അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ ഇടക്ക് കയറി എന്നാത്തിനാട് ഒപ്പും. ആ പ്രതിയെ ഞാൻ പറഞ്ഞു, ഈ പറയുന്ന ആര്? ഈ റഹീം ഇങ്ങനെ അക്ഷമ കാണിക്കണ്ട. റഹീം പറയുന്നത് മുഴുവൻ കേട്ടിരിക്കണമെന്ന റഹീമിന്റെ നിർബന്ധവും ബാക്കിയുള്ളവർ പറയുമ്പോ റഹീം കയറി ഇടപെട്ടാൽ പിന്നെ റഹീമിന്റെ താളത്തിനനുസരിച്ച് ബാക്കിയുള്ളവർക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊന്നും അനുവദിക്കാൻ കഴിയില്ല. റഹീമെ, ഇളകും തന്റെ വയർ, അല്ലാതെ ഇവിടെ ഒരു ചുക്കും സംഭവിക്കും. അതൊന്നും അനുവദിക്കാൻ കഴിയില്ല. ഞാൻ പറയും, ഞാൻ ആവർത്തിച്ചു പറയുന്നു, എന്നെ കാണുന്ന മുഴുവൻ പ്രേക്ഷകരുടെയും മുമ്പിൽ ഞാൻ പറയുന്നു, റഹീം ചോദിച്ച ഒരു ചോദ്യത്തിനും എനിക്ക് ഉത്തരമില്ലാതില്ല. സാർ എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. ഞാൻ സംസാരിക്കുമ്പോൾ മുഴുവൻ ഇടപെട്ടുകൊണ്ടേ ഇരുന്നിട്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് പിന്നെ പറയാൻ തുടങ്ങിയിട്ട് കാര്യമുണ്ടോ? ഞാൻ അപ്പോഴേ പറഞ്ഞാട് ഇതൊന്നും ഏക്കൂല. വലിയ എന്നാ ഞാൻ ഇത്ര നേരം ഞാൻ പറഞ്ഞിട്ടില്ല. റഹീം തള്ളി പറയുന്നതിനെ പറ്റി റഹീം ചോദിച്ചല്ലോ, ഞാൻ ഇത്ര നേരം മിണ്ടിയിട്ടില്ല. ആകെ ചളമായി, ഇനിയിപ്പോ എന്തോ ചെയ്യും? ചക്ക കുഴയുന്ന പോലെ കുഴയും. ഇവിടെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ഒരു 307 രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. DYFIയുടെ ഏരിയ കമ്മിറ്റിയുടെ ജോയിന്റ് കൺവീനർ ആയിരുന്ന സഞ്ജയനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഒരു 307. ഒരു 307. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ആവർത്തിച്ചു പറയുന്നു, സംശയങ്ങൾക്ക് അതീതമായി ഈ പ്രതികൾ കുറ്റക്കാരാണ്, അല്ലെങ്കിൽ ഈ കുറ്റക്കാരിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഉണ്ടെങ്കിൽ റഹീമെ തള്ളി പറഞ്ഞിരിക്കും. തള്ളി പറഞ്ഞിരിക്കും, ഒരു സംശയവും വേണ്ട. റഹീമിന് പറയാൻ കഴിയും, അതുപോലെ റഹീമിന് പറയാൻ കഴിയും. കഴിപ്പണം കെട്ടവന്മാരെ കൊണ്ട് ഒരു ഇരിക്കെ പുറതെയില്ല ചെല്ല. ഇങ്ങനെ എങ്ങനെ ഒരു ചർച്ച കൊണ്ട് നടക്കുന്ന റഹീമിന്റെ ചോദ്യത്തിന് പ്രസക്തമായ മറുപടി ഉണ്ട്. അതിന് മുങ്ങണം. ഇതൊക്കെ ഇങ്ങോട്ട് ഓടിക്കയറുന്ന ആലോചിക്കണമായിരുന്നു. റഹീം അത് കേൾക്കാൻ തയ്യാറാവണം. മറുപടി ഞാൻ പറയുന്നതിനകത്ത് റഹീമിന് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ, ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. റഹീമിന് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ മറുപടി ഞാൻ പറയുന്നതിനകത്ത്? എന്നെ ചോര കുടിക്കുന്ന ഡ്രാക്കുളാന്ന് വളരെ ആസ്വദിച്ച ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട് പറഞ്ഞപ്പോ തിരിച്ചു പറയാൻ മറുപടി ഇല്ലാന്ന് വിചാരിച്ചോ? എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല് കുണ്ടി കുത്തി വീഴും. ആ തിരിച്ചു മറുപടി പറയുമ്പോ അതും കേട്ടോണ്ടിരിക്കണം. അതിനും ഇച്ചിരി ക്ഷമ കാണിക്കണം. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. അതിന് ഇച്ചിരി ക്ഷമ കാണിക്കണം. ഞാൻ ഇപ്പോഴും പറയുന്നു, യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും മൂത്ത കോൺഗ്രസ് ആണെങ്കിലും സംശയങ്ങൾക്ക് അതീതമായി ഈ കേസിൽ ഈ പ്രതികളാക്കപ്പെട്ടവർ അവർ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ അവരെ പിന്തുണക്കുന്നവരുടെ പട്ടികയിൽ ഞാൻ ഉണ്ടാവില്ല എന്ന്, എന്റെ പ്രസ്ഥാനം ഉണ്ടാവില്ല എന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ ആ പ്രതീക്ഷയും? ഇനി എന്റെ ചോദ്യം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്റെ ചോദ്യം ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ഒരു 307 രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സഞ്ജയൻ എന്ന് പറയുന്ന DYFIയുടെ ഏരിയ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ഒരാളെ, അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റിയുടെ ഭാരവാഹിയായിരുന്ന ഒരാളെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ ഒരു 307. ഏതായാലും കള്ളി വെളിച്ചത്തായി. ഇനി എന്തിനാ സുഖി ഒളിച്ചു കളി? ഉള്ള കാര്യം തുറന്നു പറഞ്ഞാട്ടെ. ആ കേസിലെ പ്രതി
ഒരു പ്രതിയുടെ പേര് മിഥിൽ രാജ് എന്നാണ് റഹീമെ. ഞാൻ പറയുന്നതല്ല, നിങ്ങളുടെ പോലീസിന്റെ FIR. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര. കല്ലറയിലെ CPM-ന്റെ പ്രവർത്തകനായിട്ടുള്ള ഷറഫുദ്ദീൻ, ആ ഷറഫുദ്ദീനെ കൊല്ലാൻ ശ്രമിച്ച പേരിൽ പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. പിടവച്ചെന്നാലുണ്ടല്ലോ പൂക്കൃത്രം കാണിച്ചാൽ പോരാ, പിന്നെ എന്താ ഉരുണ്ട് കളിക്കാ? ഞാൻ പറയുന്നതല്ല, FIR-ന്റെ കോപ്പികൾ ഉണ്ട് റഹീം. ഞാൻ പറയുന്നതല്ല, എന്നെ താങ്കൾക്ക് അവിശ്വസിക്കാം. പോലീസിന്റെ FIR-ന്റെ ഇത്രയും ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും ഇന്നിറക്കിയത് പോലെയല്ല. നാണക്കേടായി പോയി. നിങ്ങൾക്ക് മാത്രല്ല എനിക്ക് നാണക്കേടാ. നോക്ക കേട്ട് തൊഴിൽ രുചിയാ. ഒരു 120B ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഞാൻ ഇതുവരെയും പറഞ്ഞില്ലല്ലോ. അയ്യേ ചമ്മിപ്പോയേ. ഈ സെക്കൻഡ് വരെയും അങ്ങ് പ്രവർത്തകരെ തള്ളി പറയുന്നതിനെ പറ്റി ചോദിച്ചപ്പോ അസുഖം കളഞ്ഞല്ലോ. നിങ്ങൾ രണ്ട് കൂട്ടരും ഈ കൊലപാതകങ്ങളുടെ കണക്ക് വെച്ചാണോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കൊലപാതകത്തെ ന്യായീകരിക്കുന്നത്? അതിപ്പോ എല്ലാവർക്കും അങ്ങനല്ലേ? അല്ല. ഞാൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് കൊലപാതക കേസിലെ പ്രതികളെ മഹത്വൽക്കരിച്ച് അവർക്കെല്ലാ ആദരവും കൊടുത്ത് അവരുടെ കല്യാണത്തിൽ പങ്കെടുത്ത് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അവരെ കല്യാണത്തിലും പങ്കെടുപ്പിച്ച് 45 ദിവസം ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് പരോളിലിറങ്ങിയ ഒരാള് പ്രഭുദേവയുടെ ഗുലേബ സോങ് ഇട്ട് ഡാൻസ് കളിച്ച് അർമാദിക്കുമ്പോ എന്നെ സംശയിക്കരുത്. അതിനെല്ലാവിധ പിന്തുണയും കൊടുക്കുന്ന നിലപാട് ഞങ്ങൾക്കില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. ഇനി എന്റെ സഹപ്രവർത്തകരെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ഞാൻ അറിയാത്ത കുറെ ഭാരവാഹിത്വമൊക്കെ ഈ പറയുന്ന ആളുകൾക്ക് നിങ്ങൾ കൊടുത്തു. ആ കൊടുത്തിൽ അവര് കുറ്റം തെളിയിക്കപ്പെട്ടാൽ ഒരു സംശയം വേണ്ട, അവരെ ഓൺ ചെയ്യാനും അവർക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ നിന്ന് വക്കീലിനെ കൊണ്ടുവന്ന് ലക്ഷങ്ങൾ എണ്ണിക്കൊടുത്ത് കേസ് വാദിക്കാനും ഞങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോൾ എന്തായി? വള്ളർത്തി കിട്ടിയപ്പോ മതിയായില്ലേ? ആദ്യം വ്യക്തി നന്നാവണം, എങ്കിലേ കുടുംബം നന്നാവൂ. കുടുംബം നന്നായ സമൂഹം നന്നാവൂ. സമൂഹം നന്നായ രാജ്യം നന്നായി. രാജ്യം നന്നായ ലോകം നന്നാവും. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. സ്വിച്ച് അമർത്തി. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.